കുറച്ചു സമയത്തിനകം വിന്ദ അവനിൽ നിന്നും അകന്നു മാറി. അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാടീ കിടന്നു മോങ്ങിയേ? ആദി ചോദിച്ചു. എനിക്ക് വിഷമമായി. പക്ഷേ ഇപ്പോൾ വിഷമം പോയി, എല്ലാം മാറി, വിന്ദ ചിരിയോടെ പറഞ്ഞു. അതെന്താ, നിനക്ക് ബോധം വന്നോ? ആദി ചോദിച്ചു. അതുകൊണ്ടല്ല, ദേവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ, അതാ എൻ്റെ വിഷമം പോയേ, വിന്ദ പറഞ്ഞു. നീയൊന്ന് പോയേ, ഞാൻ പോവാണ്, ആദി പറഞ്ഞു. ചെല്ല് ചെല്ല്, വിന്ദ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് കൂടെ വിന്ദയും. ആദി തിരിഞ്ഞു പോവാൻ നിന്നതും വിന്ദ വിളിച്ചു. ഒന്ന് നിൽക്ക്, വിന്ദ പിന്നിൽ നിന്നും പറഞ്ഞു. ആദി സംശയത്തോടെ തിരിഞ്ഞു നോക്കി. വിന്ദ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ തൊട്ടു തൊട്ടില്ല എന്നതുപോലെ നിന്നു. ആദി കുറച്ച് പിന്നിലേക്ക് നിന്നു. വിന്ദ ഒന്ന് പുഞ്ചിരിച്ചു. ആദിയുടെ മുഖത്ത് അപ്പോഴും സംശയമായിരുന്നു. ഇവിടെ വന്നിരുന്നതിന് താങ്ക്സ്, വിന്ദ പുഞ്ചിരിയോടെ പറഞ്ഞു. ആദി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നു. അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു ചിരി പടർന്നു. വിന്ദ അവൻ പോകുന്നത് നോക്കി അവിടെ തന്നെ ചിരിയോടെ നിന്നു. എന്തിനാ ദേവു അവിടെ നിന്നേ? ഇങ്ങ് വരാമായിരുന്നില്ലേ? ധ്രുവൻ അവിടെ ഉള്ളതല്ലേ? വല്ലതും പറഞ്ഞാലോ മോളെ നിന്നെ? ഫോണിലൂടെ മീര പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും പറയില്ലമ്മ. അച്ഛൻ എവിടെ? കഴിച്ചോ അച്ഛനും അമ്മയും? ദേവു ചോദിച്ചു. അച്ഛൻ കഴിച്ചിട്ട് കിടന്നു മോളെ, നീ കഴിച്ചോ? എന്താണ് അവിടെ കഴിക്കാൻ? മീര ചോദിച്ചു. ചോറും പരിപ്പുകറിയും മീൻ വറുത്തതും ഉണ്ടായിരുന്നു അമ്മ, ദേവു പറഞ്ഞു. ആണോ? മീനുവിൻ്റെ കൂടെയാണോ കിടക്കുന്നേ മോള്? എല്ലാവരും കിടന്നോ? മീര ചോദിച്ചു. മീനു എൻ്റെ കൂടെ അല്ലമ്മേ, അവളുടെ റൂമിലാണ്, ഞാൻ വേറെ റൂമിലും, ദേവു പറഞ്ഞു. ശരി, എന്നാ മോള് കിടന്നു, മീര പറഞ്ഞു. ഗുഡ് നൈറ്റ്, ദേവു അതും പറഞ്ഞ് ഫോൺ വെച്ചു. ഫോൺ കട്ടിലിൽ വെച്ചുകൊണ്ടവൾ പോയി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ധ്രുവൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് വരും തോറും കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ തോൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഇന്ന് എന്തായാലും അവൻ്റെ റൂമിലേക്ക് പോവാൻ ദേവു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. മീനു കൊടുത്ത സാരിയിലേക്ക് ദേവു അങ്ങനെ നോക്കി നിന്നു. ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങിയ ദേവു കണ്ണാടിയുടെ മുന്നിലായി ചെന്ന് നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവിടെ ഇരുന്ന ബ്ലൗസ് ഇട്ടു. അതുപോലെ തന്നെ സാരി എടുത്തുടുത്തു കൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി. ലൈറ്റ് പിങ്ക് കലർന്ന സാരിയായിരുന്നു അത്. സ്ലീവ്ലെസ് ബ്ലൗസുമായിരുന്നു അതിനോട് ചേർന്നു. ദേവു മുടി സൈഡ് വാർച്ചിലെടുത്ത് ചീവി ഒതുക്കിയിട്ട് ക്ലിപ്പ് കുത്തി. കുഞ്ഞു കറുത്ത പൊട്ടു തൊട്ടു. കണ്ണിൽ ഐലൈനർ കൊണ്ട് എഴുതി. താഴെ കൺമഷി കൊണ്ടും എഴുതി. കുഞ്ഞു ലോക്കറ്റ് മാലയും കുഞ്ഞു ജിമിക്കിയും കമ്മലും ഇട്ടു. കയ്യിൽ കുറച്ച് ചുവന്ന കുപ്പിവള വാങ്ങിയിട്ടു. കണ്ണാടിയിൽ നോക്കി ഒന്ന് ദീർഘനിശ്വാസം എടുത്തിട്ട് അവൾ പതിയെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ധ്രുവൻ്റെ റൂമിനെ ലക്ഷ്യമാക്കി ദേവു നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു കയ്യിൽ ബോട്ടിലും മറ്റേ കയ്യിൽ കത്തിച്ച സിഗരറ്റുമായി ജനലിൻ്റെ അവിടെ കാൽ കയറ്റി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് ധ്രുവൻ. അവൻ്റെ മനസ്സിൽ ദേവുവിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവൾ വരില്ല എന്ന് ഉറപ്പുള്ള പോലെയായിരുന്നു അവൻ. എന്നാൽ അടുത്ത നിമിഷം വാതിലിൽ തട്ടുന്ന ശബ്ദം ധ്രുവൻ കേട്ടു. അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. കയ്യിലുള്ള കുപ്പി മേശയിൽ വെച്ചുകൊണ്ട് അവൻ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ദേവുവിനെ കണ്ട് അവനൊന്ന് ഞെട്ടി. ദേവു അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? ദേവു ചോദിച്ചു. ഏയ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പുറകെ നടന്ന 100 പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് നീ, ധ്രുവ് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അകത്തേക്ക് കയറട്ടെ? ഇവിടെ നിന്നാൽ എങ്ങനെയാ? ദേവു ചോദിച്ചു. ധ്രുവ് ഒരു പുച്ഛത്തോടെ വാതിലിക്കൽ നിന്ന് മാറി നിന്നു. ദേവു വിറയ്ക്കുന്ന കാലടികളോടെ അവൻ്റെ റൂമിലേക്ക് കയറി. ധ്രുവ് വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവളുടെ ഒപ്പം ചെന്ന് നിന്നുകൊണ്ട് ദേവുവിനെ നോക്കി. സാരി, പൊട്ട്, കുപ്പിവള, ആഹാ അടിപൊളി, നീ ഇത്രയും സുന്ദരിയായിരുന്നോ? ദേവുവിൻ്റെ മുടിയിഴകളെ സൈഡിലേക്ക് മാറ്റി അവളെ നോക്കിക്കൊണ്ട് ധ്രുവൻ പറഞ്ഞു. ദേവു ഒന്ന് മൂളി. ധ്രുവൻ അവിടെയുള്ള ചാരുകസാലയിലേക്ക് ഇരുന്ന് ശേഷം ടേബിളിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഐ മീൻ ദി സ്മെൽ, ധ്രുവ് ചോദിച്ചു. ജസ്റ്റ് ഐ ലവ് യു. ഇതിനർത്ഥം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നാണ്. അതിൽ നിങ്ങളിൽ നിന്ന് വരുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. അതെന്തായാലും നിങ്ങളിൽ നിന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, എനിക്കതിഷ്ടമാണ്, ദേവു പറഞ്ഞു. കം വിത്ത് മീ, ധ്രുവ് വിളിച്ചു. ദേവു അവൻ്റെ അരികിലേക്ക് ചെന്നു. പതിയെ അവൻ്റെ മടിയിലിരുന്നു. അവളുടെ മുടിയിഴകൾ മാറ്റി ദേവുവിൻ്റെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് ദേവുവിൻ്റെ വയറിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവനിലേക്ക് അമർത്തി. ദേവാഞ്ജലി, ധ്രുവൻ്റെ ശബ്ദം ആർദ്രമായി അവളുടെ കാതിൽ മുഴങ്ങി. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് അവൾ മൂളിക്കൊണ്ട് വിളി കേട്ടു.
ധ്രുവൻ അവളുടെ ചെവിയുടെ അറ്റത്ത് പതിയെ ചുണ്ടമർത്തി മുത്തിക്കൊണ്ട് പതിയെ കടിച്ചു. ദേവു കണ്ണുകൾ ഇറുക്കിയടച്ച് ധ്രുവന്റെ കയ്യിലായി അവൾ അമർത്തി പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവളിലെ ചന്ദനഗന്ധം അവനിലേക്ക് ആവാഹിച്ചു. അഞ്ജലി, ധ്രുവ് പതിയെ വിളിച്ചു. ദേവു ധ്രുവനെ നോക്കി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുരികം ഉയർത്തി കാണിച്ചു. നീ പൊക്കോ അഞ്ജലി. ഒന്നും വേണ്ട. താല്പര്യമില്ലാതെ ഒരു പെണ്ണിനൊപ്പം കിടക്കാൻ എനിക്കിഷ്ടമല്ല. നീ പോ. ധ്രുവ് പറഞ്ഞുകൊണ്ട് സിഗരറ്റ് ഒന്നുകൂടെ പുകച്ചു വലിച്ചു. ദേവു ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയിരുന്നു. എന്താ നോക്കുന്നത്? പോകാൻ നോക്ക്. ധ്രുവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ചുണ്ടുകളിലേക്ക് ദേവു ചുണ്ടു ചേർത്തിരുന്നു. കയ്യിലിരുന്ന സിഗരറ്റ് നിലത്തേക്ക് വീണു. ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത പോലെയായി അവന്. ദേവു ധ്രുവന്റെ മേൽചുണ്ടിൽ കടിച്ചുകൊണ്ട് നുണഞ്ഞു. ധ്രുവന്റെ പല്ലുകൾ അവളുടെ കീഴ്ചുണ്ടിൽ അമർന്നു. സാരിക്കിടയിലൂടെ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നു. ദേവുവിൻ്റെ നെഞ്ച് ധ്രുവന്റെ നെഞ്ചിൽ അമർന്നു. അവളുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിലൂടെ പരതി. ചുണ്ടുകൾ തമ്മിൽ കുരുത്തു വലിച്ചുകൊണ്ടേയിരുന്നു. ധ്രുവന്റെ കൈകൾ ദേവുവിൻ്റെ ശരീരമാകെ അലഞ്ഞു. ധ്രുവൻ എഴുന്നേറ്റു. അവൻ ദേവുവിനെ എടുത്തുകൊണ്ട് കട്ടിലിൽ കിടത്തി. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കട്ടിലിൽ കിടന്നു. ധ്രുവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി. ഷർട്ട് അഴിച്ചു മാറ്റിയിട്ട് അവൻ ദേവുവിൻ്റെ വയറിലേക്ക് മുഖം അമർത്തി. നടുവളഞ്ഞു പൊങ്ങിക്കൊണ്ട് അവൾ ഒന്ന് ഉയർന്നുപോയി. അവളുടെ അരഞ്ഞാണത്തിൽ അവൻ്റെ പല്ല് കുരുത്തു. ആ കുഞ്ഞു നാഭിച്ചുഴിയിലൂടെ അവൻ്റെ നാവ് പായിച്ചുകൊണ്ട് അവിടെ ഒന്ന് അമർത്തി കടിച്ചു. ശിവേട്ട. അവളുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. എന്നാൽ അടുത്ത നിമിഷം ധ്രുവന്റെ ഫോൺ ഉച്ചത്തിൽ റിങ് ചെയ്യാൻ തുടങ്ങി. ദേവുവും ധ്രുവനും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് ഫോണിലേക്ക് നോക്കി. ഏതവനാണാവോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഫോൺ എടുക്കാൻ പോയി. ദേവു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ധ്രുവനെ നോക്കി തന്നെ അവിടെ ഇരുന്നു. ധ്രുവൻ ഫോൺ നോക്കി. ആദിയായിരുന്നു വിളിച്ചത്. അത് കണ്ടതും ധ്രുവൻ വേഗം ഫോൺ എടുത്തു. ഹലോ ആദി, പറയടാ. ധ്രുവൻ പറഞ്ഞു. ധ്രുവ, ഇവിടെ റെയിൽവേ പാലത്തിൽ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. നീ വേഗം വാ. ആദി പറഞ്ഞു. ഞാൻ ദേ വരുന്നു. ആ ഭാഗത്തേക്ക് ആളുകളൊന്നും കടക്കാതെ നോക്ക്. ധ്രുവൻ പറഞ്ഞു. ശരി. ആദി ഫോൺ കട്ട് ചെയ്തു. ധ്രുവ് കട്ടിലിരിക്കുന്ന ദേവുവിനെ നോക്കി. ശേഷം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ട് അവളുടെ സൈഡിലായി വന്നിരുന്നു. എന്തു പറ്റി? അവനോട് ചേർന്നിരുന്നു കൊണ്ട് ദേവു ചോദിച്ചു. ധ്രുവ് ഒന്നും മിണ്ടാതെ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ദേവുവിന് വല്ലാതെയായി. കാരണം ആ ചേർത്ത് പിടിക്കൽ കാമത്തോടെ ആയിരുന്നില്ല, കരുതലോടെയായിരുന്നു. ഞാൻ പോവാ. ഒരു കേസുണ്ട്. നീ റൂമിൽ പോയിക്കോ. എനിക്ക് പോണം. ധ്രുവ് പറഞ്ഞു. എന്തേലും കുഴപ്പമുണ്ടോ ശിവേട്ടാ? സൂക്ഷിക്കണേ ഏട്ടാ. ഇപ്പോൾ പോവാണോ? ദേവു ചോദിച്ചു. പോവാണ്. ധ്രുവൻ സിഗരറ്റ് നിലത്തേക്കിട്ടുകൊണ്ട് പറഞ്ഞു. ദേവു ഒന്നും മിണ്ടാതെ ഉയർന്നു വന്നുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ പോവാ. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഇനി ഇവിടെ ഞാൻ വരില്ല ഏട്ടനെ ബുദ്ധിമുട്ടിക്കാൻ. ഈ കൺമുന്നിൽ പോലും വരില്ല. അറിയാതെയാണേലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലേ? കുറച്ചു നേരം അങ്ങനെ ഇരുന്നില്ലേ? അത് മതി എനിക്ക്. ഞാൻ പോവാണ്. ദേവു അതും പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ധ്രുവ് അവൾ പറഞ്ഞതും കേട്ട് അവിടെ ഇരുന്നു.